വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ ദളിതരുടെ ആദിവാസികളുടെയും കാര്യം വരുമ്പോ ഇത് ഭയങ്കരമായിട്ട് ഇവരെല്ലാം അധികാരമില്ലാത്തവരെ പോലെ അങ്ങ് ഇരിക്കും. ഞാനല്ല ഇത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അധികാരമില്ലാത്തവനെ പോലെ ഇരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ മാത്രം. സത്യമല്ലേ സാറേ? അത് എത്ര നാൾ ഈ മനുഷ്യരിങ്ങനെ കഴിയും? ഏതാണ്ട് 2011 തൊട്ട് 2023 വരെ 7500 കോളനികളിൽ കയറി ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അതിനുശേഷം ഇപ്പുറത്തോട്ട് എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് ഞാൻ അധികം യാത്ര ചെയ്യുന്നത് നിർത്തി. പക്ഷെ ഞാൻ അന്ന് കണ്ട ആ മനുഷ്യർക്ക് ആ വീടുകൾക്ക് ഒരു വയനാട്ടിൽ ഞാൻ 2015 പോയ ചീപ്രം കോളനി ഇന്നും ആ എന്താണ് ആ ഒരു ഡാമിന്റെ സൈഡിലാണ് ആ കോളനി. ഇന്നും ആ ടാർപോളിൻ ഷീറ്റ് കെട്ടിയ കുടിലുകൾ അവിടെ അങ്ങനെ തന്നെയുണ്ട്. അതിൽ കുറച്ചുപേരെ പുനരധിവസിപ്പിച്ചു. അതങ്ങ് കാട്ടിലാണ്. അത് ആറ് കടന്നു പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തോണി കടന്നു പോകുന്നിടത്ത് ആദിവാസികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്നു. അവിടെ ആന കയറും. ഇവർക്ക് രാവിലെ എണീച്ചിട്ട് ഈ ആറ് കടന്ന് ഇപ്പുറം വന്നാലേ തൊഴിലുള്ളൂ. അപ്പൊ എത്ര ഭീകരമാണ് നമ്മളുടെ പുനരധിവാസ പലചരക്കടകളുള്ളതുകൊണ്ട് നിലനിന്ന് പോകും. അതല്ലാത്ത ഒരു വിഭാഗം മനുഷ്യരിവിടെ ഉണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ട് കയറി വരാനുള്ള യാതൊരു സാധ്യതയില്ല. ഒരു ലൈഫ് പദ്ധതിയിൽ ഒരു 4 ലക്ഷം രൂപ വീട് കൊടുത്താൽ സാറേ റോഡില്ല. ഈ മെറ്റീരിയൽസ് ചുമന്നുകൊണ്ട് അവിടെ പോകുമ്പോഴത്തേക്ക് 4 ലക്ഷം രൂപയാവും. പിന്നെ എങ്ങനെയാണ് ഒരു വീട് പണി പൂർത്തിയാക്കുന്നത്? 1 രൂപ പോലും ലൈഫ് പദ്ധതിക്ക് കൂട്ടിയില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യാൻ പാകത്തിന് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി കോടതി വഴി ഇത് നടപ്പിലാക്കണം. അത് മാത്രമേ ഇത് നടക്കുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞു ഇതുപോലെ ഒരു കുട്ടിയെ റേപ്പ് ചെയ്തിട്ട് തോക്ക് കാണിച്ച് റേപ്പ് ചെയ്തിട്ട് അത് പേടിച്ചിട്ട് പരാതി കൊടുത്തില്ല. അങ്ങനെ ആ കുട്ടി ആക്കുളം പാലത്ത് വീണ്ടും ഇവൻ ഈ കൊച്ചിന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോ ആ കുട്ടി ആക്കുളം പാലത്ത് നിന്ന് താഴുകയാണ്. അങ്ങനെ സ്വിഗ്ഗിക്കാർ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ഈ കുട്ടി എന്റെ അടുത്ത് എത്തുന്നത്. ആ കേസ് പോലും നെടുമങ്ങാട് SC കോടതി 70 വർഷം അയാളെ ശിക്ഷിക്കാനുള്ള സെക്ഷൻ ഇട്ട് ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നമുക്കത് ചെയ്തു തന്നു. FIR 70 വർഷം അവന് ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ ഇട്ട് തന്നു. പക്ഷെ നെടുമങ്ങാട് കോടതിയിൽ അവന് ജാമ്യം കൊടുത്തു. നമ്മളുടെ ആൾക്കാർ അവിടെ പോയി നിൽക്കുമ്പോ ആ ജഡ്ജി ഉണ്ടല്ലോ ഷാജഹാൻ, അവന്റെ ഒരു ചിരിയുണ്ട്. നമ്മളെ നോക്കി പുച്ഛിച്ച് നമ്മുടെ ഇരകളോടും വാദികളായിട്ടുള്ള മനുഷ്യരെ നോക്കി ആ പ്രതികൾ എപ്പോഴും അനന്തര കാസ്റ്റുകാരായിരിക്കും. അപ്പൊ നമ്മൾ നോക്കി ഒരു പുച്ഛമുണ്ട്. എന്നിട്ട് ഈ പ്രതികളെ ഉപദേശിക്കണം, നിനക്ക് കോടതിയിൽ വന്ന് കീഴടങ്ങിയാലേ ഞാൻ ജാമ്യം കൊടുക്കുമല്ലോ. എന്നിട്ട് നമ്മുടെ പിള്ളേരെയൊക്കെ നോക്കി പുച്ഛിക്കുവാണ് അവൻ. ഇവനൊക്കെ നമ്മുടെ കഴിവുകൊണ്ടാണ് ഇങ്ങനത്തെ ജഡ്ജിമാരിക്കുന്നത്. 600 നിങ്ങൾ ഇവിടെ ഈ 10 വർഷം കൊണ്ട് ഏത് കേസാണ് SC ശിക്ഷിച്ചിട്ടുള്ളത്? മധുവിന്റെ കേസ് ശിക്ഷിച്ചു. അതിന് നമ്മൾ 1ാം തരമായിട്ട് തിരിച്ചു. അട്രോസിറ്റി പോലും നിലനിന്നില്ല. ഒരാളെ വനത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കൈ പുറകിൽ കെട്ടിവെച്ച് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 4 മണിക്കൂറാണ് അവനെ കെട്ടിയിട്ടത്. അവസാനം കൊന്നു കഴിഞ്ഞിട്ട് പോലും ആ അട്രോസിറ്റി പോലും അതിനകത്ത് നിലനിർത്താൻ പറ്റിയില്ല. നമ്മൾ എന്തൊരു മനുഷ്യരാണ്! ഞങ്ങൾ വെറും കാഴ്ചക്കാരാണ്. ഇങ്ങനെയും ഈ ലോകത്ത് ഈ 2026 ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. എന്തിനാണ് ഈ കോടതികൾ? ഒന്ന് മധുവിന്റെ കേസ് ശിക്ഷിച്ചിട്ടുണ്ട്. 2ാമത്തെ നെടുമങ്ങാട് കോടതിയിൽ ഒരു കേസ് എടുത്തത് ഈ പോത്തങ്കോട് ഒരു ഗുണ്ടയുടെ കാല് വെട്ടി. ആ കാല് വെട്ടി CCTV കൂടെ ഇങ്ങനെ എറിയുന്ന ഒരു വിഷ്വൽസ് ഉണ്ട്. ആ ഒരു കേസും അല്ല. സെൻട്രൽ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലും വലിയ വലിയ പൊസിഷനുകളാണ്, നല്ല പദവികളാണ്, നല്ല സാലറിയുള്ള പദവികളാണ്. നമ്മളെയും തട്ടിയെടുത്ത് 3000 രൂപ അവരെയൊക്കെ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളിത് 1000 തവണ പറഞ്ഞാലും പരാതി കൊടുത്താലും ഇവരൊക്കെ സംരക്ഷിത വിഭാഗത്തിലുള്ളവരാണ്. ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യര് മതി. ഇപ്പൊ എംപ്ലോയീസ് അസോസിയേഷനിൽ നമ്മളും എല്ലാം കൂടെ മാസം ഒരു 100 രൂപ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി മാറ്റിയാൽ നമുക്കായിട്ട് ഒരു ലീഗൽ സെൽ ഉണ്ടാക്കാൻ പറ്റും. കൃത്യമായിട്ട് 3000 പേരുടെ ഡാറ്റ ഇങ്ങോട്ട് എടുക്കുക, അത് ഹൈക്കോടതിയിൽ പോവാ, ആൾക്കാരെ പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വിടാനുള്ള പവർ നമുക്ക് ബാബാ സാഹിബ് അംബേദ്കർ തന്നിട്ടുണ്ട്. അത് നടപ്പിലാക്കാനായിട്ടുള്ള ലീഗൽ സെല്ലാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ ഓരോ കാര്യത്തിനും ആ ലീഗൽ സെല്ല് വഴി തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കണം. ഇനി ഒരു 100 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എന്താണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഞാൻ കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓരോ മുക്കും മൂലയും എനിക്ക് മനുഷ്യരെ അറിയാവുന്നതുകൊണ്ട് എന്താണ് പറയേണ്ടത്? നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും ഈ കഴിഞ്ഞ ദിവസം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു സ്ത്രീ ഇങ്ങനെ 48 വയസ്സുണ്ട്. പക്ഷെ അവർ ആരോഗ്യമൊക്കെ ചുരുങ്ങിയ ഒരു സ്ത്രീയാണ്. അവർ ക്ലീനിങ് സ്റ്റാഫാണ്. ചവറ് വാരി ജീവിക്കുന്നതാണ്. ഒരു ചാക്ക് എടുത്തതിന് അവരുടെ മൂക്കിന്റെ പാൽ ഒറ്റയടിക്ക് പൊട്ടിച്ചു കളഞ്ഞു. അവര് ഭർത്താവ് സ്ട്രോക്ക് വന്ന് കിടക്കുന്നതാണ്. കയറി കിടക്കാൻ ഒരു ഇടവില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ ദീർഘകാലം ജോലിക്ക് പോകാതെ അവരുടെ ജീവിതം അങ്ങ് തകർന്ന് തരിപ്പണമാവാണ്. അപ്പൊ അട്രോസിറ്റി വരുമ്പോ ഒരു 10000 രൂപ കിട്ടുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. ഈ FIRs അത് 6 കോടി ഇപ്പൊ പെൻഡിങ്. അത് സാറേ ആ 10000 രൂപ പോലെ ഇതിപ്പോ ഞാൻ പറയട്ടെ, ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പോലും പൈസ ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ഈ 10000 രൂപ വലിയൊരു കാര്യമാണ്. അവർക്ക് ദീർഘകാലം പണിക്ക് പോകാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ ഇട്ടിട്ടോ അല്ലെങ്കിൽ അസുഖം വന്നാലും. അങ്ങനെ ആ 10000 രൂപ വർഷങ്ങളായിട്ട് കൊടുക്കുന്നില്ല. 6 കോടി രൂപയാണ് അത് പെൻഡിങ്. ഈ 6 കോടി രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി എത്ര അട്രോസിറ്റി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നുള്ളത്. എന്റെ കൃത്യമായിട്ട് കണക്കുണ്ട്. ഞാൻ ലേറ്റസ്റ്റ് കണക്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, കോടതികൾ കേസ് പെൻഡിങ് ആയിട്ടുള്ളത്. കാരണം ഞങ്ങൾ സ്പെഷ്യൽ SMS കോടതിയില്ലേ, DYSP ഇല്ലേ, അത് നമുക്ക് കാസർഗോഡും വയനാടും
മണ്ണാർക്കാടും പാലക്കാട് മാത്രമേ ഉള്ളൂ, മൂന്നിടത്ത്. അപ്പൊ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ ചോദിച്ചു, അത് പേപ്പർ വർക്കാക്കി. അതിൽ നമ്മൾ പോലീസ് അസോസിയേഷനും സ്റ്റേറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്തു. 2 കോടി രൂപ കൈപ്പറ്റിയ വിഷ്ണുപ്രിയ പുലാപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് പാലക്കാടുള്ള. അവരൊരു ഒരു 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 പൊടിഞ്ഞു നുറുങ്ങിയ ഒരു ഷെഡ് പോലത്തെ ഒരു സംവിധാനത്തിൽ കുറച്ച് ഫൈബറിന്റെ കസേര ഇട്ടിട്ട് ആ പൊടിയിൽ നമ്മുടെ പിള്ളേരെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്, സ്ത്രീകളെ. എന്നിട്ട് ഒരു യൂസ്ഡ് തയ്യൽ മെഷീൻ ഇല്ലേ, ഇലക്ട്രിക്കിന് കറണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ തൊടുമ്പോൾ ഇവർ ഷോക്ക് അടിച്ച് തെറിച്ചു വീണു. അങ്ങനെയാണ് ഇത് വാർത്തയാവുന്നത്. ഇവർ ഷോക്ക് അടിച്ച് തെറിച്ചു വീണപ്പോഴാണ് ഇത് വാർത്തയാവുന്നത്. സാർ നോക്കൂ, 2 കോടി രൂപ കൈപ്പറ്റിയിട്ട് അവിടെ ഒരു 2 ലക്ഷത്തിന്റെ ഒന്നുകൂടെ 200 രൂപയുടെ ഒരു 10 കസേരെങ്കിലും നമ്മുടെ പിള്ളേർക്ക് മാന്യമായിട്ട് ഇരിക്കാൻ, ഒരു കുടിവെള്ളം 60 രൂപയുടെ ഒരു 20 ലിറ്ററിന്റെ 60 രൂപയുള്ളൂ കുടിവെള്ളത്തിന്, അതെങ്കിലും നിനക്ക് വാങ്ങി വെച്ചുകൂടെ എന്ന് ചോദിച്ചു. നമ്മളവിടെ പോയി കുഴപ്പമുണ്ടാക്കി. വിഷ്ണുപ്രിയനെ വിജിലൻസ് കയറി. അപ്പൊ വിജിലൻസ് 2 കോടി കൈപ്പറ്റിയിട്ട് 2 ലക്ഷം പോലും ചെലവാക്കിയില്ല എന്ന് റിപ്പോർട്ട് ഉണ്ടാക്കി. ഈ നമ്മളുടെ രണ്ടിന് വരെ അവർ 20 ലക്ഷം ഒക്കെ ആക്കി വെച്ചു. 20 ലക്ഷം പോലും ഇവിടെ ചെലവാക്കിയിട്ടില്ല എന്ന് എഴുതി വെച്ച് വിഷ്ണുപ്രിയനെ 6 മാസം എടുത്തു നമ്മളൊന്ന് ജയിലിൽ അടയ്ക്കാനായിട്ട്. അതിന്റെ പുറകെ നടന്ന അവസാനം നമുക്ക് സമ്മർദ്ദം ഉണ്ടായി. സാറ് ഈ 300 കോടി രൂപയൊക്കെ കൊണ്ടുപോകുന്ന ഇവിടുത്തെ പാർട്ടിക്കാർ 300 700 കോടി രൂപയുണ്ട് ഇതുവരെ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ എന്തിന് ഈ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 5.5 കോടി രൂപ പോയി. SC/ST വിഭാഗത്തിന്റെ 5.5 കോടി രൂപ പോയി. അപ്പൊ ഈ നമ്മുടെ ഈ പൈസ ഭയങ്കര, നമ്മൾ ഇതിന്റെ പുറകെ പോയി നോക്കുമ്പോഴാണ് ഇത് ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു ലീഗൽ സപ്പോർട്ടാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ഒരു പ്രൊപ്പോസൽ ഹൈക്കോടതി അറിയാതെ നമ്മുടെ 1 രൂപ പോലും ചെലവഴിക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് പ്ലാനിംഗ് ബോർഡ് ആർക്കും അവകാശം കൊടുക്കരുത്. ആർക്കും കൊടുക്കുക. ഇത് ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റെപ്പിന് താഴെ ഇറങ്ങൂലെന്ന് എനിക്ക് തന്നെ ഉറപ്പുണ്ട്. കാരണം ഈ പൈസ പോയിരിക്കുന്നത് അതുപോലത്തെ അക്കൗണ്ടുകളിലേക്കാണ്. 5 കോടി 10 കോടി. ഓരോ കോഴ്സുകളുടെ പേര് പേഷ്യന്റ് കെയർ മാനേജ്മെന്റ്. ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന്റെ മകൻ ഒരു പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് തുടങ്ങുന്നു. ഒരു ഹോസ്പിറ്റൽ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ്. നമ്മുടെ പിള്ളേർ അവിടെ എത്തിയപ്പോഴേ ചാകാറായ ശവത്തിനെ ക്ലീൻ ചെയ്യുന്ന ജോലി വലിയ പ്രൈവറ്റ് ആശുപത്രിയില് കൊച്ചിയില്. പിള്ളേര് പേടിച്ച് മാനസിക രോഗികളാണ്. അവിടുന്ന് നോക്കുമ്പോ ഈ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ പോയത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ അക്കൗണ്ടിലേക്ക് സ്ഥാപനമാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതിലേക്ക് 5 കോടി രൂപ 1ാം ഗഡുവായിട്ട് പോയിട്ടുണ്ട്. 5 കോടി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ശരിക്കും വിഡ്ഢികളാക്കുവാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഈ കോവളത്ത് നിന്നാണ്. എന്ന് വെച്ചാൽ കോവളത്ത് ഒരു 11 വയസ്സുള്ള കുട്ടിയെ റേപ്പ് ചെയ്തു. 52 വയസ്സുള്ള ഒരാളാണ് റേപ്പ് ചെയ്തത്. അപ്പൊ അച്ഛനും അമ്മയും അവർക്ക് കിടക്കാനൊരിടവില്ല. ഒരു ദിവസം ആ സ്ത്രീ കൂലിപ്പണിക്ക് പോയി അവർക്ക് ജീവിക്കാൻ പറ്റൂല. ആ കുഞ്ഞിനെ ഒരു പോലീസ് ജീപ്പിൽ കയറ്റാൻ പാടില്ല. അപ്പൊ ഒരു ഓട്ടോ പിടിച്ച് ഒരു മെഡിക്കൽ എടുക്കാൻ പോകാനോ ഒരു 164 മജിസ്ട്രേറ്റ് എടുത്തൊരു ഓട്ടോ പോലും ഇല്ലാത്തൊരു മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലമാണിത്. ഈ പൂജപ്പുരയിൽ നമ്മുടെ ഒരു സ്ത്രീയുടെ ഭർത്താവ് വഴിയിൽ വീണ് മരിച്ചു. അപ്പൊ ആരോ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഈ മോർച്ചറിയിൽ നിന്ന് ഒരു ആംബുലൻസ് ഈ മുട്ടട ഈ കത്തിക്കുന്നില്ല, ബോഡി കത്തിക്കുന്ന ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ആംബുലൻസിന് പൈസയില്ല. മുട്ടത്തറ ഒരു വെള്ളം മുണ്ട് മേടിക്കാൻ പൈസയില്ല. ഇത് റിയാലിറ്റിയാണ്. സർക്കാർ വലിയ വലിയ പദ്ധതികൾ വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ ദളിതരുടെ ആദിവാസികളുടെയും കാര്യം വരുമ്പോ ഇത് ഭയങ്കരമായിട്ട് ഇവരെല്ലാം അധികാരമില്ലാത്തവരെ പോലെ അങ്ങ് ഇരിക്കും.